എന്തൊക്കെ ഡൗട്ടാണ് നോക്കിയേ. അല്ല, നീ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് എന്തായി? എടേ, നമ്മൾ ഒരു സിനിമയെ ചെയ്യുന്നുള്ളൂ, നിനക്കൊന്നും ഒരു ഭീഷണിയാവില്ല. എന്തൊക്കെ ഡൗട്ട്സ് ആണ്. ഗായികയാകുമ്പോ ഒരുപാട് പാട്ടുകൾ കാണുമല്ലേ? 9 എല്ലാം ഫീമെയിൽ സോങ്ങാ. ആരാ പാടുന്നത്? ചിത്രയാണോ സുജാതയാണോ? ആരുടെ? ആരുടെ അല്ല, ആരാ പാടുന്നത്? ചിത്ര, സുജാത. കേട്ട് പഴകിയിട്ടില്ലാത്ത പുതിയൊരു വോയിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മനസ്സിലായില്ലേ? അത് തന്നെ. ഗുണ, നിന്റെ മറ്റേ ആ സിനിമയിൽ പാടിയ ബോംബെ വന്നൊരു അത് വേണ്ട, എല്ലാം ക്ലാസിക്കലല്ലേ. അല്ല, വന്നോ പോട്ടെ, അതായാലും മതി. എന്തോ കേട്ടല്ലോ, അതായാലും മതി. മതി 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 മതി. അപ്പൊ അതാണ് പരിപാടി. എന്ത് പരിപാടി? ഹലോ, ഇത് കമ്പോസ് ചെയ്യുന്നവരെ കുറച്ച് ഏകാന്ത വേണം. ഏകാന്തല്ല, ഏകാന്ത. അതെ, പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങോട്ട് കയറി വേണ്ട കാര്യമില്ല. വടാ ബാലു. അതെ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിപ്പിച്ചോളാം. പ്ലീസ് പ്ലീസ്. അയ്യോ, ഞങ്ങളായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല, പണി നടക്കട്ടെ. ഒരൊറ്റ ചോദ്യം കൂടെ, ആരാ ഇതിന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ഇല്ലേ? ഉണ്ട്, ബോംബെയിലുള്ള എന്റെ ഫ്രണ്ടാണ്, ഹോട്ടൽ ബിസിനസ് ആണ്. ലീലാകൃഷ്ണൻ നായരാണോ? അത്ര വലിയ ആളൊന്നും അല്ല, തികഞ്ഞ ഒരു കലാസ്നേഹി, സഹൃദയൻ, സംഗീതത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സിമ്പിൾ കോടീശ്വരൻ. ഇപ്പൊ കോടീശ്വരൻ പടം ഇറങ്ങി കഴിഞ്ഞാൽ ലക്ഷപ്രഭു. അല്ല, ശരി ശരി, എന്താ അയാളുടെ പേര്? അയാളുടെ പേരിട്ടിട്ടില്ലേ? എന്തിനടാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാം, വല്ല അണ്ടർവേൾഡ് വല്ല ആണെ അറിയാലോ. പിന്നെ അറിഞ്ഞിരിക്കാം. ഖാദർ ഖാൻ. ഭായ് നൂറാസ്, അസ്സലാമു അലൈക്കും. वालेकुम अस्सलाम वरहमतुल्लाहि मौली भाई, मेरे जिगरी दोस्त, तुमको सही सलामत देखकर तुमको खुश हुआ और सब खैरियत? आजकल तुमको ईद के चांद बन गए। सभी काम आज कैसे चल रहे हैं मेरे लाल? सुबह सगर हयात होटल में उस दिन तुम्हारे धमाकों के धड़कन में उस फिरंग पंछी के दिल में हल्ला मचा कर तुम कौन सा जन्नत में गए मेरे प्यारे? कुर्सी नसर के सामने लापता होने वाले मुसाफिर, आप उस्तादों की उस्ताद हो. ഖാദർ ഭായ്, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ബിച്ചു, ഗുണ, ഹെൻറി മ്യൂസിഷ്യൻസ് ആണ്. ബാലുവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഖാദർ ഭായ് ബോംബെയിലാണ്. നാട്ടില് നമ്മുടെ നോർത്തേൺ കേരള. നാട്ടില് നമ്മളെ രാജ്യം തലശ്ശേരി. എവിടെ? നാട്ടില് നമ്മളെ രാജ്യം തലശ്ശേരി. ആടെ നമ്മളെ സ്വന്തക്കാരൊക്കെ ഉണ്ട്. സിനിമയിൽ നമ്മളെ ഒരു കസിൻ ഉണ്ട്, ബസീർ, ലിബർട്ടി ബസീർ. ഓ സിനിമേന്റെ പരിപാടി തുടങ്ങിയ ശേഷം വലിയ കിഫറാണ്. അപ്പോൾ ഒരു സിനിമ ഞാനും എടുത്ത് തളാൻ വെച്ച്. പാട്ട് നമുക്ക് വീക്കെൻഡ്സാണ്. മൗലി ബായിന്റെ മ്യൂസിക്കില് കുറെ പാട്ടുകളുള്ള ഒരു സിനിമ. കായ് നമുക്ക് വിഷയല്ല. നിങ്ങളൊക്കെ പാട്ടിന്റെ ഓരോ സാധനങ്ങൾ വായിക്കുന്ന ആൾക്കാരാ. ഓ, പുള്ളി ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുന്നെന്ന് അറിഞ്ഞ് വല്ല പണിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. നിങ്ങളൊക്കെ ആ പണിക്ക് പറ്റുന്നോലാണെങ്കിലും മൂപ്പര് വിളിക്കും. വലിയ കഷ്ടത്തിലാണ് ഞങ്ങളൊക്കെ. പൈസേന്റെ കാര്യം നോക്കണ്ട, നല്ല ഉജാറായിട്ട് ഓരോന്ന് വായിച്ചാളി. കേശ് പറയുന്നത് തരും, പാടത്ത് പടി വരുമ്പത്ത് കൂലി. അതാണ് നമ്മുടെ പോളിസി. നിങ്ങൾ ചെല്ലി, നമുക്ക് പ്രൊഡ്യൂസറായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. പോയി ചാൻസ് വല്ലതുണ്ടെങ്കിൽ വിളിക്കണേ സാറേ. ആലോചിക്കാം. നിന്നോട് ചോദിച്ചില്ലടാ. പോട്ടെ. പിന്നെ ഖാദറെ, എന്തോന്നിത്? കോട്ട്, കയ്യ്, സംഗതി ടോപ്പ് അയക്കുന്നല്ലേ. നിങ്ങളെ ചങ്ങായിമാര് ഞെട്ടിക്കുന്നു. ലേശം ജഗലട്ടാ മൂന്നും ഓല് കോഞ്ഞാട്ടേക്കണ്ട് നോക്കിക്കോളി. നിങ്ങൾ ഓരോയിട്ട് അതേ സഹകരിക്കണം. അല്ല, ഈ തലശ്ശേരി മലയാളം ഒഴിവാക്കിയിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മലയാളം നമ്മളെ മാതൃഭാഷയല്ലേ ഇഷ്ട. സുബ്രഹ്മണ്യൻ സാർ, ദയാ ശ്രീനിവാസനെ വിളിക്കണ്ടേ? പോയി വിളിക്കി. സ്വിച്ച് ഓഫ് ആണ്. വേറെ നമ്പർ ഇല്ലേ? ലാൻഡ് നമ്പർ ഉണ്ട്, പക്ഷെ അതും എടുക്കുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കേ. ബോംബെ അഡ്രസ് കയ്യിലുണ്ട്. എന്തിനാ കത്തയക്കാൻ? അല്ല, കമ്പി അടിക്കാൻ. അഡ്രസ്സിന്റെ വഴിയുണ്ട്. അഡ്രസ് ഉണ്ട്, പറഞ്ഞാളേ. ഹലോ, ഖാദർ ഖാൻഡ അവ്വകര അസരാർ കൂടി. ഞേടേണ്ട പറഞ്ഞില്ല കൊളാബേല. ആ കുണ്ടന്മാരെ വിളിച്ച് ലൈനിൽ നിർത്തിക്കോ. ഒരാൾ അഡ്രസ് തരും. അതേ ദാതാവിന്റെ ഔത്തായാലും വേണ്ടൂല, ആളെ ഫോൺ കിട്ടണം. 32D शरत अपार्टमेंट्स, बांद्रा वेस्ट. लेफ्ट में घुमा लो. दया श्रीनिवास कौन है? क्या बात है? तू कौन है? दया श्रीनिवास कौन है? ആരാ? എന്താ?
आप है दया श्रीनिवास? हाँ जी। चेन्नई से एक कॉल है। ഹലോ. ഒരു മിനിറ്റ് ലൈനിലിട്ട് സംസാരിച്ചാളേ. ഞാൻ പ്രൊഡക്ഷൻ മാനേജർ സുബ്രഹ്മണ്യൻ. പറയൂ. മൗലി സാറില്ലേ, ചന്ദ്രമൗലി സാർ. സാർ ഒരു പടം ചെയ്യുന്നു, അതിലെ പാട്ടിന്റെ കാര്യം പറയാനായിരുന്നു. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് കൊടുക്കാം? അമ്മയ്ക്ക് പറഞ്ഞാ അമ്മയ്ക്ക് കൊടുക്കാന്ന്. ഹലോ ഹലോ. ചന്ദ്രമൗലി ഹിയർ. സോറി സർ, ദയ ഇനി പാടുന്നില്ല. എന്ത് പറ്റി? അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. സോറി സർ. അവൾ പാട്ട് നിർത്തിയെന്ന്. നിർത്ത്. ഓളാ ആരോട് ചോദിച്ചിട്ട്? ഓള അമ്മായിനെ കൊണ്ട് പാടിക്കൊല്ലേ. കാതറേ കൂതറയാവരുത്. ഇത് അത്തയ്യാത്തിന് മറ്റേത് കിട്ടതുപോലെ ആയല്ലോ. ഇതാണ് ജീവിതമെന്നും ചന്ദ്രമൗലിയോട് കാണിച്ചിട്ടുള്ളത്. ആവശ്യത്തിലേറെ പണവും അതിലേറെ പ്രശസ്തിയും തന്നപ്പോഴും ഇങ്ങനെ ചിലത്. ഇഷ്ടം തോന്നിയ ഒരാളെ വീണ്ടും കാണാൻ ആഗ്രഹിച്ചപ്പോൾ അതങ്ങ് മറക്കാം അല്ലേ ബാലു? ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പെലച്ചക്കുള്ള ഫ്ലൈറ്റിന് ബോംബെ പോയി ആ കുട്ടീന്റെ പേരക്കാരെ കണ്ട് കാര്യം പറഞ്ഞാലാ? അതൊന്നും വേണ്ട, ഞാനത് വിട്ടു. എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. ബാലു, നീ എന്റെ ഫോൺ എടുത്തേ. ആ കേരള ട്രാവൽസിന്റെ നമ്പറിലോട്ടൊന്ന് വിളിയടാ. കേപ്പ് ടൗൺ ടിക്കറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് കൺഫേം ചെയ്യാൻ പറ. ഖാദർ ഖാൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. മൗലി തന്നെ പോ ബോംബേക്ക്, അവളെ നേരിട്ട് കാണല്ലോ. ഇല്ല ബാലു, എനിക്കങ്ങനെ നേരിട്ട് എന്ത് പറയാം, ഐ ലവ് യു എന്ന് ചീഞ്ഞടവാടാ. കുറച്ച് ദിവസം അവൾ എന്നോടൊപ്പം ഇവിടെ ഉണ്ടെങ്കിൽ പറയാതെ തന്നെ പറയാം, അല്ലെങ്കിൽ അവളെ ഫീൽ ചെയ്യിക്കാം. അതൊക്കെ ഓർത്തിട്ടാ ഈ കമ്പോസിങ് പരിപാടി തന്നെ. Forget it. എടാ, നീ ആ കേരള ട്രാവൽസിനോടൊന്ന് വിളിക്കേ, മനോജ് ഉണ്ടാവും. അവള് വിളിക്കുന്നു. ദയ. അവളോ? ഹലോ സർ, ദയാണ്. ഐ എം സോറി സർ. അത് ദയയുടെ അമ്മ പറഞ്ഞല്ലോ. നേരത്തെ അങ്ങനെ പറഞ്ഞതിനാ ഈ സോറി. ഞാൻ വരാം സർ. പറയുന്ന ദിവസം സാറിന്റെ പാട്ടുകൾ പാടാൻ ഞാൻ എത്തും. യെസ് സർ. ഓക്കേ, ഗ്രേറ്റ്. ഞാനും അമ്മയും കൂടെ കാണും. ഇസ് ഇറ്റ് ഓക്കേ? തീർച്ചയായിട്ടും. താങ്ക് യു ദയ. സീ യു സൂൺ. യെസ് സർ. യു ടേക്ക് കെയർ. വരുന്നു അവളുടെ അമ്മയും. ഇപ്പൊ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്ന ചെലുക്കായല്ലോ. അതിന്റെ അർത്ഥം മനസ്സിലായില്ല. രണ്ട് സന്തോഷങ്ങൾ ഒരുമിച്ച് വരില്ലടോ. രണ്ട് സന്തോഷം ആടോ, ഓളും ഓളെ അമ്മയും കൂടിയല്ലേ വരുന്നത്. കൂതറയാവല്ലേ. നിനക്കൊരു ഡ്രിങ്ക് വേണ്ട. എന്തിനാടാ ഐസക്കെ നമ്മൾ കുടിക്കുന്നത്? അതിനൊരു ഉത്തരവുണ്ടോ? ഞാൻ പറയാം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ വൃത്തികേടുകൾ കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ ഒരു കേർട്ടൻ വലിച്ചിടുന്നത് പോലെ. ഇത്രയും നല്ലൊരു ഉത്തരം കണ്ടെത്താൻ നിനക്കേ കഴിയൂകടി. ഇപ്പൊ അങ്ങനെ ഒരു മറ എനിക്ക് ലോകത്തിനും ഇടയിൽ വേണ്ട. ഐസ്, ഞാൻ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ജാസിന്റെ മുഴക്കവും ചിലമ്പലും മാത്രമായിരുന്നു എന്റെ കാതിലെപ്പോഴും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദവും അതായിരുന്നു. എന്റെ ഹാർട്ട് ബീറ്റ്സ് പോലും സൗണ്ട് ചെയ്യുന്ന അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബും 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 ബും. ഇപ്പൊ എനിക്കൊരു വയലിൻ ശബ്ദം കേൾക്കണം. മഴത്തുള്ളികൾ വയലിൻ സ്ട്രിങ്സിൽ വീഴും പോലെ. ഒന്ന് പ്ലേ ചെയ്യടാ ഗുരു. മൗലി is in love. Is it the same Mowgli in love? ഗുരു, ഇത് മൗലിക ലവ്, ജെന്യുവിൻ. ഒന്ന് വായിക്കണം മോനെ.
എനിക്കിഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. ഒരു നോ വിവേകിനെന്നും ഒരു നോ മാത്രമാണ്. ദയ, യു ഗോട്ട് മീ? ഫോർ ഫൺ സേക്ക് ഐ ലൈക്ക് മ്യൂസിക്. പക്ഷെ അതൊരു പ്രൊഫഷനാക്കാം എന്ന മോഹം വേണ്ട. ഇത് അവസാന തവണയാണ്. ഇതോടെ അതങ്ങ് പറഞ്ഞേക്കാം.